ഗുരുതരമായ കേസിൽ ഇനി ഒളിവിൽ പോയാൽ ജാമ്യം ലഭിക്കില്ല. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നു. ജസ്റ്റിസ് ബേല എം ത്രിവേദി അധ്യക്ഷനായ ബെഞ്ചിൻ്റെ തീരുമാനമാണ്. നമുക്ക് പല ആൾക്കാരും സമൻസ് കൊടുത്താൽ പോലീസിൽ ഹാജരാകില്ല. വാറണ്ട് കോടതിയിൽ നിന്ന് ഇഷ്യൂ ചെയ്താൽ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല, ഒളിവിൽ പോവും, മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയുമില്ല. അങ്ങനെയുള്ളവർക്കിനി ഏതെങ്കിലും ഒരു അവസരത്തിൽ ജാമ്യത്തിന് വന്നാൽ ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് തുടക്കത്തിൽ സമൻസ് അയക്കും, സമൻസ് കൈപ്പറ്റാതെ ഒഴിഞ്ഞു മാറും. അതിനുശേഷം വാറണ്ട ഇഷ്യൂ ചെയ്യും, വാറണ്ടും കൈപ്പറ്റാതെ ഒളിവിൽ പോവും. ഇന്ത്യയിൽ നിന്ന് വിദേശത്തുമൊക്കെ പോവും, പലരും രാജ്യം വിട്ടു പോവും. രാജ്യം വിട്ടിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് വലിയ ബന്ധമില്ലാത്ത ചില ഒറ്റപ്പെട്ട രാജ്യങ്ങളിലൊക്കെ അഭയം പ്രാപിക്കുന്ന ധാരാളം കേസുകളും ആയിരക്കണക്കിന് കോടി രൂപ വായ്പ എടുത്ത് മുങ്ങിയവരുടെ ഒരു ലിസ്റ്റ് തന്നെ ഇന്ത്യയിൽ ധാരാളം ബാങ്കുകാരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പോൾ സുപ്രധാനമായ തീരുമാനം, ഗുരുതരമായ കേസിൽ ഒളിവിൽ പോയാൽ തീർച്ചയായിട്ടും ജാമ്യം ലഭിക്കില്ല എന്ന് ഇനി ഉറപ്പായി. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ തീരുമാനം അത് രണ്ട് കാര്യത്തിൽ. ഒന്ന്, ഹീനമായ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം, അത് കൊലപാതകമാകാം, മൃഗീയമായ റേപ്പാകാം, ഏതുമാകാം. അങ്ങനെ ഹീനമായ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ജാമ്യമില്ല. പിന്നെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് കാണിക്കും, എന്നിട്ട് ഒളിവിൽ പോവും. കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ അറിയാം, വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തവർ ധാരാളം പേര് ഭാരവാഹികളായിട്ട് അവിടെയൊക്കെ ഉണ്ട്. ഇനി അവർക്കൊന്നും രക്ഷയില്ല. അവർ പലരും ഒളിവിൽ പോയാൽ നമുക്കറിയാം, പിടികൊടുക്കാതെ വർഷക്കണക്കിന് വെളിയിൽ നിന്നവരെ അറിയാം. ഇനിയിപ്പോൾ സൂക്ഷിക്കുക, സുപ്രീം കോടതിയിൽ പോയാലും രക്ഷയില്ല. സുപ്രീം കോടതിയുടെ ആ വെർഡിക്റ്റ് അത് ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ജസ്റ്റിസ് ബേല എം ത്രിവേദിയുടെ സുപ്രധാനമായ ഈ വിധി കൊണ്ട്, വിധിക്ക് അടിസ്ഥാനമായ ആധാരമായ സംഭവം, അത് ആദർശ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ഒരു സ്ഥാപനം, അവിടുത്തെ ആ സൊസൈറ്റിയിലെ ചില അംഗങ്ങൾ പ്രത്യേകമായൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അവർ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ആദർശ് ഗ്രൂപ്പ് എന്നാക്കി. ആദർശ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാരവാഹികൾ ചിലരെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആദർശ് ഗ്രൂപ്പ് എന്നാക്കി. ഈ ബാങ്കിൽ നിന്ന് അങ്ങോട്ടേക്ക് ലോൺ അപേക്ഷിച്ചു, കള്ളമായിട്ടുള്ള റെക്കോർഡുകൾ ഹാജരാക്കി. ലോണ് അപേക്ഷിച്ചിട്ട് നിസ്സാര തുകയല്ല, 1700 കോടി രൂപ അടിച്ചു മാറ്റി. അവർ കൃത്യമായി പണം അടയ്ക്കാതെ അത്രയും ലോണിന് വേണ്ടിയിട്ടുള്ള കള്ള സർട്ടിഫിക്കറ്റുകളും കള്ളമായ പ്രമാണങ്ങളുമൊക്കെ ഹാജരാക്കിയിട്ടാണ് ഈ പണം അടിച്ചു മാറ്റിയത്. ഇതിനെ സംബന്ധിച്ച് കേസ് എടുത്തു, പക്ഷേ സമൻസ് കൊടുത്തിട്ട് ഹാജരായില്ല. അവർക്ക് വാറണ്ട് ഇഷ്യൂ ചെയ്തു, ഹാജരായില്ല. അത് ശല്യം പോലീസിൻ്റെ കൂടിക്കഴിഞ്ഞപ്പം ഇവരെ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പ്രത്യേക കോടതിയിൽ അപേക്ഷിച്ചു, ജാമ്യം കിട്ടിയില്ല. അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പിൽ ഹാജരാകാതെയും കോടതി മുമ്പിൽ ഹാജരാകാതെ ജാമ്യം കിട്ടാത്ത ഇവർ പ്രത്യേക കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ നേരെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി മുമ്പാകെ ഹാജരായി. അവിടെ ജാമ്യത്തിന് അപേക്ഷിച്ചു, ജാമ്യം കിട്ടി. 1700 കോടി രൂപ വെട്ടിച്ചതാണെന്ന് വിചാരിച്ചോണം. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തുകൊണ്ട് പോയി. അതിനെ സംബന്ധിക്കുന്ന സ്പെഷ്യൽ സമൻസും വാറണ്ടും അയച്ചിട്ടും കൈപ്പറ്റാതെ SFIO അതിനെതിരായി ഇവരെ ബെയിൽ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയി. നമുക്കറിയാം, ആദർശ ഗ്രൂപ്പ് 1700 കോടിയാണ് തട്ടിച്ചിരിക്കുന്നത്. അത് വ്യാജരേഖ ചമച്ചമാണ് തട്ടിച്ചിരിക്കുന്നത്. പഞ്ചാബ് ഹരിയാന ആ കോടതിയുടെ വിധി മുൻകൂർ ജാമ്യം കൊടുത്ത് റദ്ദ് ചെയ്തിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പായ SFIOയുടെ അപേക്ഷ സുപ്രീം കോടതി പരിഗണിച്ചത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് കേരളത്തിൽ പല സ്ഥലത്തും വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ VD പല പല നടപടി എടുക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിസ്സാരമായിട്ട് ജാമ്യം കിട്ടിയാൽ അതിനി നടപ്പാകില്ല. നിങ്ങൾ തുടക്കത്തിൽ ഒരു കേസുണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് അല്ലെങ്കിൽ കൺസേൺഡ് കോടതിയോ സമൻസ് നിങ്ങൾക്ക് തരും. ആ സമൻസ് കൈപ്പറ്റുക, എന്നിട്ട് കോടതിയെ ഹാജരുക, ജാമ്യത്തിന് പോകുന്നതിന് തടസ്സമില്ല. പക്ഷേ ആ സമൻസൊക്കെ അങ്ങ് അത് നെഗ്ലക്റ്റ് ചെയ്യും, അത് കെയർ ചെയ്യത്തില്ല. അപ്പം പോലീസ് കോടതി വാറണ്ടാക്കും. വാറണ്ട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതി വാറണ്ട് മഴക്കും. ശല്യം കൂടി വരുമ്പം അവിടെ നിന്ന് മാറിക്കളയും, വേറെ എവിടെയെങ്കിലും ഒളിയിലോട്ട് പോകും, വേറെ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റിൽ ജാമ്യത്തിന് പോകും, അത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഒരു പ്രസ്ഥാനം തുടങ്ങി അങ്ങോട്ട് മാറും. അവിടെ ശല്യം സഹിക്കുന്നില്ലെങ്കിൽ ഇന്ത്യ വിടും. ധാരാളം പേര് അങ്ങനെ പോയിട്ടുണ്ട്.
ഇവിടെ ഇപ്പം ഇവർ പഞ്ചാബ് ഹരിയാനയുടെ ജാമ്യം റദ്ദാക്കണം എന്ന് സുപ്രീം കോടതി ബോധിപ്പിച്ചു. SFIയുടെ ആ അപേക്ഷ സുപ്രീം കോടതി അംഗീകരിച്ചു. കാരണം ഇത്രയും വർഷങ്ങളായിട്ടും 1700 കോടി രൂപ വെട്ടിച്ചിട്ടും ആ വെട്ടിച്ച ആ പ്രതികൾക്കെതിരായി ഒരു നടപടി എങ്ങും ജയിക്കാൻ പറ്റുന്നൊരവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു. നിയമവാഴ്ച നടപ്പാക്കേണ്ടത് തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധമായ വായ്പ എടുത്തിട്ടുള്ളവരുടെ പേരിൽ നടപടിക്ക് പോകേണ്ടത് അതിൽ നിന്ന് ഒഴിവായി പല തന്ത്രത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചാൽ അത് ഇന്ത്യയിൽ ഇത് നടക്കത്തില്ല. നമുക്ക് നിയമവാഴ്ച നടപ്പാക്കണം. കാരണം രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഏത് സ്ഥാപനം തുടങ്ങിയാലും ശരി, ഏത് വായ്പ എടുത്താലും ശരി, ഏത് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും ശരി, ഏത് സൊസൈറ്റി എടുത്താലും ശരി, നമ്മൾ നിയമവാഴ്ചയ്ക്ക് എതിര് നിൽക്കാൻ പാടില്ല, അതിന് അതീതരാകാനും പാടില്ല. എല്ലാവരും ഒരുപോലെ തന്നെ കോടതി കാണും. ഹീനമായ കുറ്റകൃത്യത്തിലോ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യത്തിലോ ഉണ്ടായാൽ അങ്ങനെയുള്ള ഒരു നിയമപരിരക്ഷ അല്ലെങ്കിൽ നിയമത്തിൽ അധിഷ്ഠിതമായ അവരുടെ സമൻസ് വാറണ്ട് ഒക്കെ വന്നാൽ അത് ഒഴിവാക്കി അവർ രക്ഷപ്പെട്ട് അവരെ തൊടാൻ കഴിയാത്ത സിറ്റിസൺ ആണ് എന്ന് ധരിക്കുന്നവർ അവർ ചിലപ്പോൾ ഒളിവിലും പോകാം. ധരിക്കുന്നവർക്ക് ഇനി ഇന്ത്യയിൽ രക്ഷയില്ല. കാരണം ഈ ജഡ്ജ്മെൻറ്റോടുകൂടി നിയമവാഴ്ച നിലനിൽക്കണമെന്ന് ഓരോ വ്യക്തിയും നിയമത്തെ ബഹുമാനിക്കണമെന്നും ജസ്റ്റിസ് ബേല M. ത്രിവേദി പറയുകയുണ്ടായി. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ നിന്ന് ഈസിയായിട്ട് ജാമ്യം എടുത്തുകൊണ്ട് പോയ 1700 കോടി പറ്റിച്ചവരെ ഇനി അത് നടക്കില്ല. SFIO രംഗത്തെത്തിക്കഴിഞ്ഞു. ഇനി സൂക്ഷിക്കണം ജനങ്ങൾ. കാരണം ഇതുപോലുള്ള തട്ടിപ്പുകൾ ധാരാളം പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് നമുക്കറിയാം. കേരളത്തിൽ ധാരാളം സംഭവങ്ങളുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും മറ്റും. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു പാഠമാണ്. ഇനി അങ്ങനെ ഒളിവ് പോയാൽ തീർച്ചയായിട്ടും നിയമത്തിൽ സംരക്ഷണം ലഭിക്കില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇനി നിയമത്തിന് കീഴടങ്ങുക, നിങ്ങൾക്ക് പറ്റിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു സ്ഥാപനം ഇനി ഇന്ത്യയിൽ തുടങ്ങാൻ കഴിയില്ല. കാരണം അങ്ങനെയുള്ളവരെല്ലാം പിടിക്കപ്പെടും, ജയിലിനകത്ത് അടയ്ക്കപ്പെടും, ഇന്ത്യ വിട്ടു പോകാൻ അനുവദിക്കില്ല. സമൻസ് കൊടുത്തിട്ട് ഹാജരായില്ലെങ്കിൽ വാറണ്ടിലേക്ക് നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ജാമ്യം ലോവർ കോടതിയിൽ ഹൈക്കോടതിയിലെങ്കിലും കിട്ടില്ല. അല്ലെങ്കിൽ ഓരോ കേസിൻ്റെയും പ്രത്യേക സാഹചര്യം അനുസരിച്ച് കോടതി പരിശോധിക്കും. അല്ലാതെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ 1700 കോടി രൂപയുടെ ഈ ഒരു പ്രോഗ്രാം അവരുടെ ഈ അന്വേഷണം തടസ്സം നിൽക്കത്തക്ക രീതിയിലാണ് ആ പ്രതികൾ പ്രവർത്തിച്ചത്. അതിനോട് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അതുകൊണ്ട് നിസ്സാരമെന്ന് കേസിലായാലും ശരി, സമൻസ് വന്നാൽ പോലീസിൻ്റെ വന്നാൽ നിങ്ങൾ ഹാജരാകുക, അല്ലെങ്കിൽ കോടതിയിൽ പോവുക, ജാമ്യം എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒളിവിൽ കഴിയുക, ഏതെങ്കിലും പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് അതിനുശേഷം ഒളിവിൽ പോകുന്ന പല ആൾക്കാരെയും നമുക്കറിയാം. അതിനൊന്നും ഇനി ഒരു സാധ്യത ജാമ്യം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ കുറ്റം തെളിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ആ ജാമ്യത്തിന് അർഹനല്ല, റിമാൻഡിലേക്ക് തന്നെ പോകുന്ന ഇതിൻ്റെ ധ്വനി വരുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. വലിയ വലിയ ഫ്രോഡ് കാണിക്കുന്നവർ, ലോൺ എടുത്ത് ബിസിനസ് നടത്തുന്നവരെല്ലാം സൂക്ഷിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ കോടതിയിൽ നിന്നോ പോലീസിൽ നിന്നോ ഏതെങ്കിലും സമൻസ് വന്നാൽ ഉടനെ ഹാജരാകുക. ഒളിവിൽ പോയാൽ ഇനി അത് നിങ്ങൾക്ക് നിയമപരമായ ഏതെങ്കിലും പരിരക്ഷ കിട്ടുമെന്ന് ഇനി ചിന്തിക്കുകയും വേണ്ടെന്നാണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്.